മുടിയും നഖവും നീക്കം ചെയ്യാൻ പറ്റുമോ ഇല്ലേ? അങ്ങനെ നീക്കം ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നേരത്തെ വന്നൊരു ചോദ്യമാണത്. സ്ത്രീകൾക്ക് അങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് അവ നീക്കം ചെയ്യാൻ പറ്റുമോ? ജനാപത്തുകാർക്ക് അത് അനുവദനീയമാണോ? ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഈ സംശയത്തിനു വളരെ പെട്ടെന്ന് മറുപടി പറയുകയാണ്. ജനാപത്തുണ്ടായ സ്ത്രീ പുരുഷന്മാരും ഹൈദ് രക്തം, നിഫാസ് രക്തം ഇതെല്ലാം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും രക്തം നിന്നു കഴിഞ്ഞാൽ ഉടനെ കുളിച്ച് ശുദ്ധിയാവണം. എന്നാൽ അവർ കുളിച്ചതിനു ശേഷമാണ് മുടിയും നഖവും എല്ലാം നീക്കം ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു സംശയം, ഇനി അങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് നീക്കം ചെയ്താൽ എന്താ കുഴപ്പമുള്ളത് എന്നാണ്. കിതാബുകളിൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വിവരിച്ചതായി കാണാം. നാളെ മഹ്ശറയിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയ എല്ലാ വസ്തുക്കളും ശരീരത്തിലേക്ക് തന്നെ അവിടെ ചേരും. എല്ലാ മുടിയും നഖങ്ങൾ വളർന്നതും അത് മുഴുവനും പരലോകത്തെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ മടക്കപ്പെടും എന്നാണ്. അപ്പം അങ്ങനെ അശുദ്ധിയോടുകൂടെ നമ്മൾ മുറിച്ചു മാറ്റിയവ കുളിച്ച് ശുദ്ധിയാവുന്നതിന് മുമ്പ് കളഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ അശുദ്ധിയോട് കൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് മടക്കപ്പെടുക. അതുകൊണ്ടാണ് കുളിക്കുന്നതിന് മുമ്പ് അവ കളയാൻ പാടില്ല, കുളിച്ച് ശുദ്ധിയായതിനു ശേഷമാണ് കളയേണ്ടത് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായൊരു സുന്നത്ത് കൂടിയാണ്. ഇനി അവിടെ ഒരാൾക്ക് കുളിക്കുന്നതിന് മുമ്പ് തന്നെ കളയണം എന്നൊരവസ്ഥയാണ് എങ്കിൽ അതിനൊരു മാർഗം ഉണ്ട്. അത് വലിയ അശുദ്ധിയെ ഉയർത്താനുള്ള നിയ്യത്ത് വെച്ച് ആദ്യം കുളിക്കുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ച് കഴുകുക. എന്നിട്ട് നമുക്ക് നഖം മുറിച്ചു മാറ്റാം. എന്നാൽ ആ നഖത്തിൻ്റെ അശുദ്ധി അവിടെ ഉയർന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നഖം മുറിക്കാം, അതുപോലെ മുടി മുറിക്കാം. എവിടെയാണോ നിയ്യത്ത് വെച്ച് കഴുകിയത് അവിടെ നമുക്ക് നീക്കം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഇതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിനെല്ലാം ഇതുപോലെ മറുപടി പറയുന്നതായിരിക്കും. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.